ഗാസ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാണ്. അത് പരിഹരിക്കാൻ 21 പരിപാടികളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ, ഈജിപ്ത്, ജോർദാൻ, ടർക്കി, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ട്രംപ് പദ്ധതി ചർച്ച ചെയ്തെന്നും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചു. UN ജനറൽ അസംബ്ലിയോടനുബന്ധിച്ചാണ് പ്രത്യേക യോഗം നടന്നത്. ഫ്രഞ്ച് പ്രസിഡന്റുമായും ട്രംപ് ഇക്കാര്യം സംസാരിച്ചു. ഗാസയിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും മേഖലയിൽ അന്താരാഷ്ട്ര സൈനിക നിരീക്ഷണം നടപ്പാക്കുകയും വേണമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ നിലപാട്. Many of the Middle Eastern nations yesterday, including where Tom is the ambassador. We met with President Erdogan. It was my honor to meet him. I had never met him before, and I told him that. Really, it was, and we had a very productive session. We presented what we call the Trump 21-point plan for peace in the Mideast in Gaza. I think it addresses Israeli concerns and as well the concerns of all the neighbors in the region, and we're hopeful and I might say even confident that in the coming days we'll be able to announce some sort of breakthrough. വിവരങ്ങളുമായി ഐസൻ ജോസഫ് പറഞ്ഞിരുന്നു. ഐസൻ, ഗാസ ഇസ്രയേൽ സംഘർഷം അത് പരിഹരിക്കപ്പെടണം. അമേരിക്ക 21 പരിപാടികളുമായി മുന്നോട്ട് വരികയാണ്. പക്ഷേ ഫ്രാൻസ് അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ? കൃഷ്ണ, തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫ്രാൻസ് ഹമാസിനെ നിരായുധീകരിക്കണം എന്ന വിഷയത്തിൽ കൃത്യമായ പിന്തുണ നൽകുന്നുണ്ട്. എന്നാൽ ഇസ്രയേലും അമേരിക്കയും മുന്നോട്ട് വയ്ക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഹമാസിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഇല്ലാതാക്കി ആ പാലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുക എന്ന നിലപാടാണ് ഫ്രാൻസ് സ്വീകരിക്കുന്നതെങ്കിൽ അതിനെ പൂർണ്ണമായും എതിർക്കുന്ന നിലപാടാണ് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അവിടെ തന്നെ ഈ രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ ഒരു ആശയ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല മറ്റു പല നിലപാടുകളും കൃത്യമായി തന്നെ അമേരിക്ക പറയുകയും ചെയ്യുന്നുണ്ട്. പാലസ്തീൻ അതോറിറ്റി, അതായത് വെസ്റ്റ് ബാങ്കിൽ അധികാരത്തിലിരിക്കുന്ന പാലസ്തീൻ അതോറിറ്റിയെ ഗാസയുടെ നിയന്ത്രണം ഏൽപ്പിക്കുക എന്നൊരു നിർദ്ദേശമാണ് നിലവിലുള്ളത്. എന്നാൽ അക്കാര്യത്തെയും ഫ്രാൻസിന്റെ ആ നിലപാടിനെയും കൃത്യമായി എതിർക്കുന്നുണ്ട്. ഒരു സ്വതന്ത്ര സംവിധാനം, അത് ഹമാസിന്റെ നിയന്ത്രണമില്ലാത്ത വെസ്റ്റ് ബാങ്കിലെ നിയന്ത്രണത്തിലുള്ള പാലസ്തീൻ അധികാരികളുടെ പരിധിയിലല്ലാത്ത ഒരു സംവിധാനമാക്കി മാറ്റണമെന്ന നിലപാടാണ് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രയേലിനുമുള്ളത്. സ്വാഭാവികമായും അതിശക്തമായ സൈനിക നടപടികൾ അവിടെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം. അത്തരത്തിൽ അതിശക്തമായ സൈനിക നടപടികളിലൂടെ പൂർണ്ണമായും ഹമാസിനെ നിരായുധീകരിക്കുക എന്ന നീക്കമാണ് നടക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 21 പരിപാടിയുമായി ട്രംപ് മുന്നോട്ട് വന്നിരിക്കുന്നത്. UN ജനറൽ അസംബ്ലി യോഗത്തിനോടനുബന്ധിച്ച് ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളും സൗദി അറേബ്യ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ജോർദാൻ, അതുപോലെ തന്നെ UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും ഒരു 21 പരിപാടി തയ്യാറാക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചിരിക്കുന്നത്. ഇതും ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചർച്ചാവേദിയിലാണ് പശ്ചിമേഷ്യയുടെ അമേരിക്കയുടെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്. നിലവിലെ സാഹചര്യത്തിൽ ഫ്രാൻസും അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഹമാസ് ഒരു ഭീകര സ്വഭാവമുള്ള സംഘടനയാണെന്ന് തത്വത്തിൽ അംഗീകരിക്കുന്നുണ്ട്. ഭീകരർ എന്ന് പറയുന്നില്ലെങ്കിലും തത്വത്തിൽ അംഗീകരിക്കുകയും നിരായുധീകരണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പാലസ്തീൻ അതോറിറ്റിയെ ഗാസയുടെ ഭരണമേൽപ്പിക്കുക, പാലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുക എന്ന നിലപാടുമായി ഫ്രാൻസും വിവിധ രാജ്യങ്ങളും, കാനഡ, ബ്രിട്ടൻ, അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ അനുകൂലിക്കാതിരിക്കുന്ന നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായി വായിക്കപ്പെടേണ്ടത് ഇന്ന് ഇപ്പോൾ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് ഈ 21 പരിപാടികൾ തയ്യാറാക്കി കഴിഞ്ഞു. അടുത്ത ആഴ്ചയോടെ വളരെ പ്രതീക്ഷാ നിർഭരമായ കാര്യങ്ങൾ പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ടും ഗാസയുമായി ബന്ധപ്പെട്ടും ഉണ്ടാകും. അതായത് ഐസൻ, ഇക്കാര്യം ചർച്ച ചെയ്യേണ്ട രാഷ്ട്രങ്ങളോടൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു എന്നുകൂടി അമേരിക്ക വ്യക്തമാക്കുമ്പോൾ ഒരു പരിഹാരം അത് ശാശ്വതമായി ഉണ്ടാകും എന്ന പ്രതീക്ഷ വയ്ക്കണം. നിലവിലെ സാഹചര്യത്തിൽ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് നീങ്ങും, സൈനികമായും രാഷ്ട്രീയമായും എന്നതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ കൂടി അത് എത്ര കാലം എടുക്കും അല്ലെങ്കിൽ എത്ര സമയമെടുക്കും എന്നതെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതാണ്. അത് കൃത്യമായും നിരീക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശകാര്യ സംഭവവികാസങ്ങളെ സംബന്ധിച്ച് നിരീക്ഷിക്കുന്നവർക്ക് തിരിച്ചറിയാവുന്ന ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. എങ്കിലും ഒരു സമാധാനത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല. പക്ഷേ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഹമാസിനെ നിരായുധീകരിക്കണം എന്ന ഒരു ആവശ്യം
കൃത്യമായി എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് സമാധാനത്തിന് വളരെയധികം ആക്കം കൂട്ടുന്ന ഒരു നീക്കമാണ്. സ്വാഭാവികമായും ഒരു വ്യവസ്ഥാപിത ഭരണകൂട സംവിധാനമായി പാലസ്തീൻ മാറുകയാണെങ്കിൽ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് നീങ്ങുമെന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ പാലസ്തീനെ നിയന്ത്രിക്കുക ഇത്തരത്തിലുള്ള ഭീകര സ്വഭാവമുള്ള ലെബനനിലെ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹൂതി വിമതരും അതുപോലെ തന്നെ ഹമാസും അത്തരത്തിലുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളുമാണ് എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സ്വാധീനം നിലനിൽക്കുകയും ഇറാന്റെ പിന്തുണ നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ശാശ്വതമായി പരിഹരിക്കപ്പെടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കയുടെ നിലപാട് പ്രസക്തമാകുന്നത്. പൂർണ്ണമായും ഗാസയെ ഒരു കടലോര വിശ്രമ കേന്ദ്രമാക്കി ശാശ്വത കേന്ദ്ര സമാധാനത്തിന്റെ തുരുത്താക്കി മാറ്റുക എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം നടപ്പാക്കേണ്ടതിന്റെ പ്രസക്തി അപ്പോഴാണ് ഉയർന്നു വരികയും ചെയ്യുന്നത്. ശരി, ഗാസ ഇസ്രയേൽ സംഘർഷം പരിഹരിക്കാൻ 21 പരിപാടികളുമായി അമേരിക്ക രംഗത്ത് വരുന്നു. വിവിധ രാജ്യങ്ങളുമായി ഇക്കാര്യം ചർച്ച ചെയ്തു എന്നും അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.